RIS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് വൈകിട്ട് നടക്കാൻ പോകുന്നത് രാത്രി നടക്കാൻ പോകുന്ന ക്ലബ് വേൾഡ് കപ്പിലെ സെമിഫൈനൽ മത്സരത്തെ കുറിച്ചാണ്. ചെൽസി വിസസ് ഫ്ലൂമിനസ് മത്സരത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നല്ല വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും. ഇംഗ്ലീഷ് ചാമ്പ്യന്മാരായ ചെൽസിയും ബ്രസീലിന്റെ വമ്പുമാരായ ഫ്ലൂമിനസും കൂടിയിട്ടാണ് മത്സരം. എന്താ റെയ്ഹാന്റെ ഇപ്പോ ടീമുകളൊക്കെ സെമിഫൈനലിൽ എത്തിയിരിക്കുകയല്ലേ? ചെൽസി എത്തി, ഫ്ലൂമിനൻസ് എത്തി, റയൽ മാഡ്രിഡ് എത്തി, PSG എത്തി. നാലെത്തി. നിങ്ങളുടെ ഒരു ടീമും എന്റെ PSG എന്റെ ഉണ്ടായിരുന്നു. PSG നിങ്ങളുണ്ട്. PSG നമ്മളുണ്ട്. ഒന്ന് മതി. അപ്പൊ PSG എത്തിയിട്ടുണ്ട്, റയൽ മാഡ്രിഡ് എത്തിയിട്ടുണ്ട്. അത് നാളെയാണ് റയൽ മാഡ്രിഡിന്റെ PSG മത്സരം നടക്കാൻ പോകുന്നത്. ഈ മത്സരം ചെൽസിയും ഫ്ലൂമിനസ് ആയിട്ടുള്ള മത്സരം നടക്കാൻ പോകുന്നത് ഇന്ന് രാത്രി, നാളെ പുലർച്ചെയാണ്. നാളെ പുലർച്ചെ 12:30 ഇന്ത്യൻ സമയം, അതേപോലെ UAE സമയം 11 മണിക്കാണ് മത്സരം നടക്കാൻ പോകുന്ന മത്സരത്തില്. ചെൽസിക്ക് തന്നെയാണല്ലേ? ചെൽസിക്ക് തന്നെ ചാൻസ്. എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസം ഇല്ലെങ്കിലും 50-50 ചാൻസ് ആണ്. ചെൽസിക്കും വേണം, ഫ്ലൂമിനസിനും വീഴാം. കാരണം ചെൽസിന്റെ ലാസ്റ്റ് കളി പാൽമേരാസ് ആയിട്ട് നോക്കുമ്പോ പാൽമേരാസ് ബ്രസീലിനാണ്. പാൽമേരാസ് വെച്ച് നോക്കുമ്പോ അവർക്ക് ഓൺ ഗോളിലാണ് ലാസ്റ്റ് ഗോൾ അടിച്ചത്. അതെ, തീർച്ചയായിട്ടും പാൽമേരാസിനെക്കാളും കുറച്ചുകൂടെ പൊട്ടൻഷ്യൽ ഉള്ള അഡ്വാൻറ്റേജ് ആണ് ഈ ഫ്ലൂമിനൻസ്. ഡിഫൻസിലായിക്കോട്ടെ, സിൽവയുടെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് അതിഗംഭീരമാണ്. അതേപോലെ അറ്റാക്കിംഗ് ഒക്കെ അവരുടെ, അതേപോലെ മിഡ്ഫീൽഡ് നോക്കി കഴിഞ്ഞാൽ അതേപോലെ ഗോൾ കീപ്പർ 45 വയസ്സുകാരനെ ഗോൾ കീപ്പർ അങ്ങനെ എമ്മാതിരി സേവ ചെയ്തിരിക്കുന്ന ഈ വേൾഡ് കപ്പിൽ. അപ്പൊ ഇപ്പോഴത്തെ പ്രൈം ഡൊണറുമ, ബുഫോൺ അവരിനൊക്കെ കൊണ്ടുവരണം. അതെ, അതേപോലെ തന്നെ ചെൽസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചെൽസി ഇടയ്ക്ക് ഒന്ന് പതറിയെങ്കിലും പക്ഷെ നല്ല ഫോമിൽ ഇപ്പൊ തിരിച്ചു വന്നിട്ടിരിക്കുകയാണ്. പാൽമറും അതേപോലെ അൻസോ ഫെർണാണ്ടസ് ഒക്കെ അടങ്ങുന്ന ഒരു ചെൽസിയുടെ പിന്നെ അതേപോലെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു മത്സരം തന്നെ ആയിരിക്കും. പറയാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നു പെനാൽറ്റിയിലോട്ട് പോകാൻ ഒരു എക്സ്ട്രാ ടൈം അല്ലെങ്കിൽ പെനാൽറ്റി ഇതിലേക്ക് പോകാൻ ഒരു ചാൻസ് ഉണ്ട്. എന്താണ് നിന്റെ ഗോൾ പ്രൊഡിക്ഷൻ? ആര് ജയിക്കും? എന്തായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, മിക്കവാറും സമനിലായിട്ട് എക്സ്ട്രാ ടൈമിലായിരിക്കും ഏതെങ്കിലും ഒരു ടീം ജയിക്കാന്ന്. എനിക്കൊരു 3-2 അല്ലെങ്കിൽ 3-2 അല്ലെങ്കിൽ 2-1. ആര് 3-2 ജയിക്കുന്നത്? ചെൽസി 3-2 അല്ലെങ്കിൽ 2-1 ചെൽസി ജയിക്കും. ഓക്കെ, ഞാന് ചെൽസിക്കും ഫ്ലൂമിനസും 50-50 ആണ് എന്റെ ഒരു പ്രൊഡിക്ഷൻ വരുന്നത്. എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ കളിയുടെ നിലവാരം നോക്കുമ്പോൾ രണ്ട് ടീമുകളും അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഈ ടീമുകൾ എങ്ങനെയാണ് ഇപ്പൊ സെമിഫൈനലിൽ എത്തിയതാണ്. പ്രീ ക്വാർട്ടർ മത്സരത്തില് ബെൻഫിക്കിനെ 4-1 പരാജയപ്പെടുത്തിയിട്ടാണ് ചെൽസി നല്ല മിന്നു ഫോമിൽ കളിച്ചിട്ടാണ് അവര് ഇതെത്തിയിരിക്കുന്നത്. അതേപോലെ പാൽമേഴ്സിനെ 2-1 പരാജയപ്പെടുത്തിയിട്ടാണ് ക്വാർട്ടറിൽ സെമിയിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്ക് ഫ്ലൂമിനസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ശക്തരായ ഇന്റർ മിലാനെ 2-0, അത് ഗംഭീരമായിട്ട് മത്സരമായിരുന്നു കേട്ടോ. ആ മത്സരത്തിൽ പരാജയപ്പെട്ടിട്ട് അൽഹിലാല് അവിടെ മാഞ്ചസ്റ്റർ സിറ്റിനെ അട്ടിമറിച്ചിട്ട് വന്ന അൽഹിലാലിനെ 2-1 പരാജയപ്പെടുത്തിയിട്ടാണ് അവര് സെമിയിലെത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും നല്ല വീറുംവാശി ആയിട്ടുള്ള മത്സരം തന്നെ ആയിരിക്കും. എനിക്ക് ചെറിയൊരു ചായ്വ് ഞാൻ ഫ്ലൂമിനസിന്റെ കൂടെയാണ് നിൽക്കുന്നത്. എന്താ പറഞ്ഞാൽ ചിലപ്പോ ജയിക്കാൻ ചാൻസ് ഉണ്ട് ഫ്ലൂമിനസ്. അങ്ങനെ ആവണയിൽ ഇവര് ഇതിനു മുമ്പ് സെമിഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പത്തെ വേൾഡ് കപ്പിൽ ഫൈനലിസ്റ്റുകളാണ്. അപ്പൊ ഫൈനലിലാണ് പരാജയപ്പെട്ടത്. അപ്പൊ ഇപ്രാവശ്യം ഫൈനലില് PSG-ക്കോ റയൽ മാഡ്രിഡിനെതിരെ ഫ്ലൂമിനസ് കളിക്കാൻ എന്റെ ഒരു ചാൻസ് പറയുന്നുണ്ട്. അപ്പൊ നീ പറയുന്നത് ചെൽസിക്കാണ് സാധ്യതകൾ. അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് ഒന്ന് കടക്കാം. സ്റ്റാർട്ടിംഗ് ലെവലിൽ ഫ്ലൂമിനസിന് വേണ്ടിയിട്ട് നാളെ നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് 11 ഒരു പ്രഡിക്ഷൻ ആണ്. അതിൽ ഗോൾ കീപ്പറായിട്ട് ഫാബിയോ ആയിരിക്കും. ഡിഫൻസിൽ തിയാഗോ സിൽവ ഉണ്ടാവും, അതേപോലെ തന്നെ തിയാഗോ സാന്റോസ് ഉണ്ടാവും, അതേപോലെ ഇഗ്നീസിയോ, ഇവർ 3 പേരായിരിക്കും ഡിഫൻസിലുണ്ടാവും. മിഡ്ഫീൽഡർമാരായിട്ട് സാമുവൽ ഉണ്ടാവും, അതേപോലെ ബെർണാൽ ഉണ്ടാവും, അതേപോലെ ഹെർക്കുലീസ് ഉണ്ടാവും, അതേപോലെ ഗബ്രിയൽ. ഇവര് 4 പേരായിരിക്കും മിഡ്ഫീൽഡ് ഉണ്ടാവുക. അറ്റാക്കിംഗ് റോളിലായിട്ട് നെനാറ്റോ ഉണ്ടാവും. അതേപോലെ അറ്റാക്കിംഗിൽ റോള് സ്ട്രൈക്കർമാരുടെ റോളായിട്ട് 2 സ്ട്രൈക്കർമാരായിട്ട് നിലനിർത്തിയിട്ടുണ്ടാവുക. കാനോയും ജോൺ ആരിയാസും ആയിരിക്കും ഉണ്ടാവുക. 3-4-1-2 എന്ന ശൈലിയിലാണ് ഫ്ലൂമിനസ് നാളെ കളിക്കാൻ. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ചെൽസിയോട് ഡിഫെൻഡീവ് ആയിട്ടും കളിക്കണം, അതേപോലെ തന്നെ അറ്റാക്ക് ആയിട്ടും കളിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോർമേഷനാണ് ഇവര് അൽഹിലാലിനെതിരെ അതേ ഫോർമേഷനിലാണ്. അപ്പൊ ഫ്ലൂമിനൻസിന് പറഞ്ഞു കഴിഞ്ഞാൽ ചെൽസിനെ നോക്കാം. ചെൽസിനെ നോക്കുകയാണെങ്കിൽ റോബർട്ട് സാnchez ആണ് ഗോളി കീപ്പർ. ഡിഫൻസിലായിട്ട് ബഡാഷീലും പിന്നെ അഡ്രിയാബോ പിന്നെ ക്യാപ്റ്റനായിട്ട് റീസ് ജെയിംസ് ഉണ്ട്. പിന്നെ എൻസോ ആൻഡ് സിയാഡോ അവിടെ മിഡ്ഫീൽഡിൽ കളിക്കുന്നുണ്ട്, ഡിഫൻസീവ് മിഡ്ഫീൽഡായിട്ട്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലായിട്ട് പെഡ്രോ നെറ്റോ, കോൾ പാമർ ആൻഡ് നിക്കുൻകു പേര് പറയണതിൽ അത്രയ്ക്ക് ക്ലിയർ ആവണില്ല. പിന്നെ
ടോപ്പ് 1 ഫ്രണ്ടിലുള്ളത് സ്ട്രൈക്കറിലായിട്ട് ജോ പെഡ്രോ ആണ്. ഇവര് 4-2-3-1 കളിക്കുന്നത് അവരുടെ കളി വരുന്നത്. അപ്പൊ എന്തായാലും നാളത്തെ കളിയിലും ഇതേപോലെ പാൾമറുടെയും അതേപോലെ എൻസോ ഫെർണാണ്ടസ് ഇവരുടെയൊക്കെ തന്നെയായിരിക്കും നാളെ ചെൽസിയിലുള്ള പ്രതീക്ഷ. ചെൽസി ഇപ്പോ ചില മത്സരങ്ങളിൽ അവസാനങ്ങളിൽ ഗോൾ അടിച്ചിരിക്കുകയും ജയിച്ചിരിക്കുന്നു. ഇപ്പോ ബെൻഫിക്കിന്റെ കൂടെയുള്ള കളിയൊക്കെ എന്നൊക്കെയാൽ അത്യാവശ്യം നല്ലപോലെ പരിശ്രമിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം റയൽ മാഡ്രിഡിനെയും PSG-നെയും എതിരിടാൻ ചെൽസി ആണോ ഫ്ലുമിനസ് ആണെന്ന്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും.